നമ്മുടെ ഈ ഒരു ഇത്തരം കളികളൊക്കെ നമ്മുടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കുട്ടികളെല്ലാവരും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അവർ ഈ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും അത്തരം കാര്യങ്ങളിലൊക്കെയാണ്. പിന്നെ ചിലർ സമ്മർ ക്യാമ്പുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റുവട്ടത്തുള്ള കളികൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കളിക്കളങ്ങളുടെ ചിത്രങ്ങൾ വരുമ്പോഴും കളക്ടർ ശ്രദ്ധിച്ച ഒരു കാര്യം 2000-ന് മുമ്പുള്ള തലമുറയാണ് ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് എന്നാണ്. പണ്ട് 80-നും 90-നും കളിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫോട്ടോസ് അയക്കുന്നത്. കുട്ടികളുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു തുടക്കമാണ്. കാര്യം ഒത്തിരി ഗ്രൗണ്ടുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് കുട്ടികൾ ഈ ഗ്രൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് തൊട്ടടുത്ത് പോകുക. അതേപോലെ തന്നെ അവിടെ കളിക്കുന്ന ആളുകൾ കഴിയുന്നതും വീട്ടിലുള്ള കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കളിക്കളങ്ങൾ ഇല്ലാത്തതിന്റെ പരിഭവവും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. മികച്ച കളിക്കളങ്ങളിൽ ഒരു ദിവസം ബാറ്റ് വീശാൻ ക്രിക്കറ്റ് പ്രേമിയായ കളക്ടർ എത്തും. പത്തനംതിട്ട കളക്ടറുടെ പോസ്റ്റിന് കീഴെ പത്തനംതിട്ടയിലേത് മാത്രമല്ല മറ്റു പല ജില്ലകളിലെയും കളിക്കളങ്ങളുടെ പടവും നിറയുന്നുണ്ട്. മനോരമ ന്യൂസ്, പത്തനംതിട്ട.